Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Prayer ആരാണ്? ഞാനാ മാം, അനില. ഓക്കേടാ, പറഞ്ഞോ. ഹൃദയരാഗതന്ത്രി മീട്ടി സ്നേഹമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാമം ഇന്നു വാഴ്ത്തിടാ. ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചൂടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിനുൾക്കളങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകുമുമ്മ പോലും അമൃതമാകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. താങ്ക് യു. നന്നായിരുന്നു കേട്ടാ. സൈനിങ് ആൻഡ് തോട്ട് ഓഫ് ദ ഡേ ആരൊക്കെയാണ്? കോഡ്സ് ഞാൻ പറയട്ടെ മാം. പറഞ്ഞോടാ. A pen can do mistakes, but a pencil can't because it has good friend eraser. Only a true friend can erase your mistakes and make you perfect. APJ Abdul Kalam. Thank you, ma'am. Good morning, ma'am. അല്ല, സൈനിങ് ആരാണ്? ഞാൻ തന്നെയാണ് മാം. പറഞ്ഞോടാ. ഉമ്മ ചേച്ചി, ഞാനിന്ന് പറയാൻ പോകുന്ന ടോപ്പിക്കിനെ കുറിച്ച് തന്നെയാണ്. ഒരു കോട്ട് പറഞ്ഞപ്പോ ഞാൻ ഭയങ്കര ഹാപ്പി ആയി കേട്ടപ്പോ. ഞാൻ ഇന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഫ്രണ്ട്ഷിപ്പ്, ഫ്രണ്ട്സ്, സൗഹൃദം. പക്ഷെ ഈ സൗഹൃദങ്ങൾ കാരണം ഒരുപാട് പേർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് കൊലപാതകങ്ങൾ ഈ സുഹൃത്തുക്കൾ വഴി നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോ എപ്പോഴും ഈ സൗഹൃദത്തിന്റെ ഒരു നല്ലൊരു വശം മാത്രമേ എല്ലാവരും കേൾക്കാറുള്ളൂ. അപ്പോ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഏറ്റവും മോശം വശങ്ങൾ, അതായത് ഒരു 5 വശങ്ങളുണ്ട്. ഈ 5 വശങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. അപ്പോ അതിൽ ഫസ്റ്റ് ആയിട്ടുള്ള ഒരു മോശം വശമാണ് കോൺസ്റ്റന്റ് നെഗറ്റിവിറ്റി. കോൺസ്റ്റന്റ് നെഗറ്റിവിറ്റി എന്ന് വെച്ചാൽ നിരന്തരമായിട്ട് അവര് നമ്മൾ എത്ര നല്ലത് ചെയ്താലും അതിന്റെ ഒരു എവിടെയെങ്കിലും ഒരു ചെറിയൊരു നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ അത് ഉയർത്തിക്കൊണ്ട് വരിക, അല്ലെങ്കിൽ നമ്മളെപ്പോഴും തളർത്തിക്കൊണ്ടിരിക്കുക, നമ്മളെപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് പരാതി പറയാ, നമ്മളെ വിമർശിക്കുക. ഇത് സ്ഥിരമായിട്ട് തുടർന്നുകൊണ്ടിരിക്കും. എന്നാലും ആള് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും ചെയ്യും. നമുക്ക് അവരോട് നല്ല സുഹൃത്ത് ബന്ധമായിരിക്കും, പക്ഷെ ആളെപ്പോഴും നമ്മളെങ്ങനെ നെഗറ്റീവ് അടിച്ചുകൊണ്ടിരിക്കും. നമ്മളെങ്ങനെ എത്രത്തോളം താഴ്ത്താൻ പറ്റുമോ അത്രയും താഴ്ത്തിക്കൊണ്ടിരിക്കും. സെക്കൻഡ് വൺ ആണ് ലാക്ക് ഓഫ് ട്രസ്റ്റ് ആൻഡ് ഒരു സൗഹൃദത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മളുടെ വിശ്വസ്തതയാണ്. ശരിക്കും പരസ്പരം ജനിച്ചത് മുതൽ ഒരിക്കലും കാണാതെ ചിലപ്പോൾ 10 വർഷങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ, +2 പഠിക്കുമ്പോൾ ഒപ്പം ചേരുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ തമ്മിൽ ഒരു ബന്ധമല്ല, പക്ഷെ നമുക്കിടയിലുള്ള ഒരു വിശ്വസ്തത. ഞാൻ പറയണ എന്റെ എല്ലാ കാര്യങ്ങളും അവളോ അവനോ പുറത്തു പോയി പറയില്ല, അല്ലെങ്കിൽ എന്നെ കുറിച്ച് മോശമായിട്ട് മറ്റൊരാളോടുത്ത് അവള് പോയി പറയില്ല, അവൻ പോയി പറയില്ല എന്നുള്ള ഒരു വിശ്വസ്തത മാത്രമാണ് ശരിക്കും ഒരു സൗഹൃദത്തിന്റെ അടിസ്ഥാനം. ഈ അടിസ്ഥാനം എന്ന് തെറ്റിക്കുന്നോ ആ ഒരു നിമിഷം നമുക്ക് അവരോടുള്ള ഒരു ട്രസ്റ്റ് നഷ്ടപ്പെടുകയാണ്. നമുക്ക് അവരോടുള്ള ഒരു ഇഷ്ടം, സ്നേഹം. അത് ഞങ്ങളുടെ അവിടെ ഒരു പഴമൊഴി ഉണ്ട്. അതായത് മുറിച്ചിട്ടൊരു കയറ് പിന്നെ കൂട്ടി കെട്ടിയാൽ അത് എപ്പോഴും മുളച്ചിരിക്കും. ആ ഒരു സംഭവം ഫ്രണ്ട്ഷിപ്പിലും ഉണ്ട്. അത് പിന്നെ എത്ര നോക്കിയാലും അത് നമുക്ക് നഷ്ടപ്പെട്ടാൽ പിന്നെ തിരിച്ചു കിട്ടില്ല. പിന്നെ വരുന്നത് വൺ സൈഡ്നെസ് ആണ്, അതായത് ഏകപക്ഷീയത. ഇപ്പൊ ഈ നമ്മുടെ ഉറ്റ സുഹൃത്തിന് എപ്പോഴും ആളുടെ സൈഡ് എപ്പോഴും ക്ലിയർ ആയിട്ട് ഇരിക്കേണ്ടി വരും. ആളുടെ എന്ത് പ്രശ്നം വന്നാലും പെട്ടെന്ന് നമ്മൾ കയറി ഇടപെടേണ്ടി വരും, നമ്മൾ അവർക്ക് വേണ്ടി സംസാരിക്കേണ്ടി വരും, അവരുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടി വരും. അറ്റ് എ ടൈം നമുക്ക് എന്തെങ്കിലും വരുന്ന സമയത്ത് ആള് നൈസായിട്ട് ഒഴിയും. അയ്യോടാ എനിക്ക് പറ്റില്ല, എനിക്കിപ്പോ പറ്റില്ല, എനിക്കിപ്പോ വരാൻ പറ്റില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ്
ആളുടെ സൈഡ് നൈസായിട്ട് ഒഴിവാക്കി വിടും. അങ്ങനെയുള്ള സുഹൃത്തുക്കളെയും നമുക്കൊരിക്കലും നല്ലൊരു ഫ്രണ്ടായിട്ട് കാണാൻ പറ്റില്ല. പിന്നെ വരുന്നതാണ് മാനിപ്പുലേഷൻ ആൻഡ് കൺട്രോൾ. സൗഹൃദങ്ങള് ശരിക്കും ടോക്സിക് ആയി എന്ന് നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ് ഈ മാനിപ്പുലേഷനും കൺട്രോളും. അതായത് നമുക്ക് ഏത് സൗഹൃദം ആയാലും ലൈഫ് പാർട്ണർ ആയാലും ഫ്രണ്ട് ആയാലും അവിടെയൊക്കെ നമുക്കൊരു സ്വാതന്ത്ര്യം വേണം. അല്ല നമ്മളിങ്ങനെ ഇങ്ങനെ ഒരു മുറിക്കുള്ളിൽ അടച്ചിട്ട പോലെ ഒന്നും ചെയ്യാൻ പറ്റാണ്ടിരിക്കുമ്പോ നീ അത് ചെയ്യാൻ പാടില്ല, നീ എന്തിനത് ചെയ്തു, നീ അവളോട് എന്തിനു പോയി മിണ്ടി, ആ ഒരു എനിക്കിഷ്ടമില്ലാത്ത ഒരു കാര്യം നീ ചെയ്യരുത് എന്നുള്ള ഒരു ടോക്സിസിറ്റി ഉണ്ടല്ലോ, അതൊരിക്കലും ഫ്രണ്ട്ഷിപ്പിൽ ഉണ്ടാവാൻ പാടില്ല. ദെൻ ആണ് ലാസ്റ്റ് വണ്ണാണ് ഡിസ്റെസ്പെക്ട്, അനാദരവ്. അതിപ്പോ ശരിക്കും നമ്മളിവിടെ നമ്മുടെ ഇടയിലല്ല എല്ലാവരുടെ ഇടയിൽ കണ്ടുവരുന്ന ഒരു ഫ്രണ്ടാന്ന് വിചാരിച്ച് എന്ത് തെണ്ടിത്തരം വിളിച്ച് പറയാന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട് ഇപ്പോ. അതായത് പച്ചത്തേറി പോലും ഒരിക്കലും നമ്മളെ പാരന്റ്സിനെ വിളിക്കില്ല, ചീത്ത വിളിക്കില്ല, നമ്മുടെ ടീച്ചേഴ്സിനെ വിളിക്കില്ല, നമ്മുടെ പാർട്ട്ണറിനെ വിളിക്കില്ല. പക്ഷെ ഈ ഫ്രണ്ടിനെ ഞാൻ ഒരുപാട് ബോയ്സിന്റെ ഇടയിലാണ് കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത്. പച്ചതെറി വിളിക്കും. ഒരിക്കലും അത് പാടില്ല. നമ്മളെ ഫ്രണ്ട് അത് നമ്മൾ സെയിം ഏജ് ആണെങ്കിൽ പോലും ആള് നമ്മുടെ അതേപോലെ റെസ്പെക്ട് ഇതൊക്കെ അർഹിക്കുന്ന ഒരാളാണ്. ഒരിക്കലും ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിൽ ഫ്രണ്ടാണ്, ക്ലോസ് ഫ്രണ്ട് ആണ് എന്നുള്ള ഒരു നിലയ്ക്ക് ഒരിക്കലും ആ ഒരു റെസ്പെക്ട്, അനാദരവ് ഒരിക്കലും കാണിക്കാൻ പാടില്ല. ഈ 5 വശങ്ങള് ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു ഫ്രണ്ടിന്റെ ഇടയിൽ നമുക്കിടയിൽ വരികയാണെങ്കിൽ ഇത് 5ഉം കൂടെ വന്നാൽ ഒരിക്കലും ആ ഫ്രണ്ട്ഷിപ്പ് തുടർന്ന് പോവാതിരിക്കായിരിക്കും നല്ലത്. കാരണം നമ്മുടെ ലൈഫിനെ തന്നെ നശിപ്പിക്കുന്ന ഒരു ഫ്രണ്ടായി മാറും ഭാവിയിൽ ആ ഒരു സുഹൃത്ത്. നമുക്കിടയിൽ ഇങ്ങനെയുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. പിന്നെ ഫ്രണ്ട്ഷിപ്പിന്റെ ഏറ്റവും വലിയൊരു കാര്യം പരസ്പര വിശ്വാസവും ആത്മാർത്ഥതയൊക്കെയാണ്. ഇതൊക്കെ മുറുകെ പിടിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടെത്തി അവർക്ക് വേണ്ടി അവരുടെ കൂടെ സമയം ചെലവഴിക്കാനും അവരുടെ കൂടെ നമ്മുടെ ലൈഫ് സ്പെൻഡ് ചെയ്യാനും ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ബലഹീനതകളെ ചൂഷണം ചെയ്യുന്ന സുഹൃത്തുക്കളെ ദാക്ഷിണ്യം കൂടാതെ ഒഴിവാക്കാനും ശ്രമിക്കുക. അപ്പോഴേ നമ്മൾ നന്നാവുള്ളൂ, നമ്മൾ മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഞാൻ എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. I'm welcoming our gorgeous Aparna ma'am and my dear friends to the class. Thank you all. നല്ല ടോപ്പിക് ആയിരുന്നടാ. ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എപ്പോഴാണ് നമുക്കത് ആ റിലേഷൻഷിപ്പ് ടോക്സിക് ആണെന്ന് തോന്നുന്നത്, ആ സമയം മുതൽ നമ്മളത് ബ്രേക്ക് ചെയ്യുന്നതാണ് നല്ലത്. അത് പുറത്തേക്ക് വരുന്നതാണ്. ഫ്രണ്ട്ഷിപ്പിന്റെ കേസിലായാലും ഏതൊരു റിലേഷന്റെ കേസിലായാലും ടോക്സിക് ആവുന്ന ഫീൽ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കരുത്, അത് സ്റ്റേ ചെയ്യരുത്. നമ്മൾ അവിടെ നിന്ന് എസ്കേപ്പ് ആവുക അല്ലെങ്കിൽ പുറത്തേക്ക് വരാൻ വേണ്ടത്. ഓക്കെ, അപ്പൊ നല്ലൊരു ടോപ്പിക് ആയിരുന്നു റസ്ന ഡിസ്കസ് ചെയ്തത്. ഓക്കെ ഓക്കെ, ഇനി കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ ഇല്ലേ? ഓക്കെ, വേഗം പേര് പറയുകയാണെങ്കിൽ ഓരോരുത്തർക്കായിട്ട് ആക്ടിവിറ്റീസ് പ്രസന്റ് ചെയ്യാനുള്ള ടൈം ഉണ്ടാകും. ഓക്കെ, റസ്നയാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത് കേട്ടോ. കാണുന്നുണ്ടോ? ആണ്, കാണാം. ചാറ്റിലായിട്ട് ഒട്ടിച്ചിട്ടില്ല, ജസ്റ്റ് ഞാൻ എന്റെ വീട്ടിലാണ്, അപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഇത് നമ്പേഴ്സ് ആണ്. ഇത് ഞാൻ ഗ്ലിറ്റർ വെച്ചിട്ടാട്ടോ ചെയ്തത്. സോറി, ഗ്ലിറ്റർ വെച്ചിട്ടാ ചെയ്തത്. 7 6 5 3 2 1. ദെൻ ഞാന് ആൽഫബറ്റ്സ് ഞാൻ ഈ സാൻഡ് പേപ്പർ വെച്ചിട്ടാ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ കുറച്ച് പെർഫെക്ഷൻ കുറവുണ്ട്, നല്ല ബുദ്ധിമുട്ടാ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. WVU എല്ലാവർക്കും കണ്ടേ മതിയില്ലേ മാം? ഇതെല്ലാതും ഉണ്ട് ലെറ്റേഴ്സ്. നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മാം. Good morning, ma'am. Good morning. The capital letters, small letters, numbers. നന്നായിട്ടുണ്ട് കേട്ടോ. Thank you, ma'am. നൗഫല.
അതിന്റെ ടോപ്പിലായിട്ട് റൊട്ടേഷൻ നടത്തുന്നത്. കാണുന്നുണ്ടോ മാം? കാണാമല്ലോ, നന്നായിട്ടുണ്ട് കേട്ടോ. ഓ വോവൽസിനാണോ ഓക്കെ ഓക്കെ, കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ടുള്ള കളറ്. നന്നായിട്ടുണ്ട്. ഓക്കെ. അർച്ചന, ഓക്കെ പിൻ ചെയ്യട്ടെ. ഇത് സാൻഡ് പേപ്പർ തന്നെയല്ലേ കട്ട് ചെയ്തിരിക്കണേ? കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ. എടാ മ്യൂട്ടാണ് അർച്ചന. ഇത് സാൻഡ് പേപ്പർ ആണ് മാം. ഞാൻ ഈ നമ്മുടെ ക്രാഫ്റ്റ് വർക്ക് സാൻഡ് പേപ്പർ തന്നെയല്ലേ എടാ? അതെ അതെ, സാൻഡ് പേപ്പർ ആണത്. കാണാമോ? ഓക്കെ. അതാണ്. ക്യാപിറ്റൽ ലെറ്റർ. ഓക്കെ. നമ്പേഴ്സോ? നമ്പേഴ്സും ഉണ്ട് മാം. ഓക്കെ. നമ്പേഴ്സ് മാത്രം ജസ്റ്റ് കുറച്ചൊരു ഓക്കെ അർച്ചന, നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ മാം. അശ്വതി സുമേഷ്. ഓക്കെ. അശ്വതി പിൻ ചെയ്യാട്ടാടാ. ഇത് ഗിൽറ്റർ പേപ്പർ കിട്ടിയില്ല, അവിടെ ഞാൻ വെറുതെ സ്കെച്ച് വെച്ചിട്ട് തൽക്കാലം ചെയ്തേ. കിട്ടിയിട്ട് ഞാൻ ചെയ്യാതെ. ഓക്കേടാ, നന്നായിട്ടുണ്ട്. പറ്റുന്ന രീതിയിൽ ചെയ്തല്ലോ. സുമയ. യെസ് മാം. കാണുന്നുണ്ടോ മാം? കാണാം. ഗ്ലിറ്റർ പേപ്പർ ആണോ? അല്ല, ഗ്ലിറ്റർ പേപ്പർ. ഗ്ലിറ്റർ പേപ്പർ ആണല്ലേ? ഓക്കെ. നന്നായിട്ടുണ്ടല്ലോ. ഓക്കെ. പെട്ടെന്ന് പല കളർ കണ്ടപ്പോ ഞാൻ ഡൗട്ടായി. ഇത് കാർഡ്ബോർഡ് അകത്ത് വെച്ചിട്ട് മേളില് ചാർട്ട് ഇട്ടിട്ട് എന്റെ വണ്ടിയിൽ. കാർഡ്സ് നന്നായിട്ടുണ്ട്. താങ്ക് യു മാം. എനിക്ക് പേര് വായിക്കാൻ പറ്റുന്നില്ല. പിൻ ചെയ്യാം. ഓക്കെ. പേരെന്താണ്? മസ്രിഫ. നന്നായിട്ടുണ്ട്. ചാർട്ട് പല കളറിൽ കുറച്ചുകൂടി നല്ല അട്രാക്റ്റീവ് ആയിട്ട് കുട്ടികൾക്ക് നന്നായിട്ടുണ്ട്. ഇത് ഒട്ടിച്ചിട്ടില്ല മാം ചാർട്ടില്. നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. ശ്രീകുട്ടി. കണ്ടോ മാം? കാണാടാ. നന്നായിട്ടുണ്ട്. ഇന്ദു. ഓക്കേടാ. താങ്ക് യു മാം. ചാർട്ടായിട്ട് കനമില്ലാന്ന് തോന്നുന്നുണ്ടല്ലേ? നമുക്കൊരു കാർഡ് പോലെ വെക്കാൻ പറ്റുന്നില്ല. കാർഡ്ബോർഡ് അതേ കളർ, സോറി, അതേ സൈസിൽ കട്ട് ചെയ്ത് ഒട്ടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു എന്താ പറയാ, നല്ല കനം തോന്നിയിരിക്കും അല്ലെ? ഞാൻ അതുപോലെ മാം ചെയ്തത്. അങ്ങനെ ചെയ്തിരിക്കുന്നത്. എനിക്ക് അത് കണ്ടപ്പോ കുഴപ്പമില്ലാന്ന് തോന്നി. ഇപ്പൊ കനം കുറവാണെങ്കിൽ കാർഡ്ബോർഡും കൂടി ഒന്ന് കിട്ടുകയാണെങ്കിൽ ഒന്ന് ഒട്ടിച്ചു വെക്കണം കേട്ടോ. കാരണം നമുക്കിത് അങ്ങനത്തെ കാർഡ് തന്നെ വാങ്ങാൻ കിട്ടുന്നുണ്ട്. അങ്ങനത്തെ ചാർട്ട് തന്നെ കനമുള്ളത് കിട്ടുന്നുണ്ട്. കനമുള്ള തന്നെ. ഞാൻ അതെല്ലാം ചെയ്ത്.
ഈ കുട്ടികളെ നോക്കിയപ്പോഴേ കുറച്ചിങ്ങനെ മടങ്ങിയിരിക്കുന്ന പോലെ തോന്നി, വെയിറ്റ് കുറവായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ പറഞ്ഞേട്ടാ. നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കാർഡ്ബോർഡ് അടിയിൽ ഫിക്സ് ചെയ്താൽ മതി. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കൊണ്ടുപോകാനൊക്കെ എളുപ്പമായിരിക്കും അല്ലെ, ക്ലാസ്സിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ക്യാരി ചെയ്ത് പോകാൻ വേണ്ടിട്ട് കാർഡ്ബോർഡ് പക്ഷെ ഞാൻ അവിടെ ഇല്ലാത്തതോട് കാണിക്കാൻ പറ്റൂല മാം. ഞാൻ അടുത്ത ആഴ്ച കാണിച്ചു തരാം. എന്താ ഓക്കെ. ഇന്ദു യെസ് മാം, ഞാൻ കാണിച്ചുല്ലോ. കാണിച്ചല്ലേ. ശാന്തി കേട്ടാ. ഓക്കെ മാം. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് കാണിച്ചിട്ടുള്ള എനിക്ക് സംശയം വന്നു. ചില കനം കുറവ് പോലെ തോന്നും. ഓക്കെ മാം, കാണുന്നുണ്ടോ? അത് ഒട്ടിച്ച് വെച്ചിരിക്കാണോ? ആ സാൻഡ് പേപ്പർ കൊണ്ട് ചാർട്ടിനകത്ത് ഒടിച്ചതാ. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, നല്ല ക്രിയേറ്റീവ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമ്പേഴ്സ് മാം. ഓക്കേടാ. ഞാൻ പഠിച്ചിട്ടില്ല. എനിക്ക് പറയാൻ കിട്ടാത്തടാ. നന്നായിട്ടുണ്ടേ. കട്ട് ചെയ്താരെ തന്നെ? കട്ട് ചെയ്തതാ. കട്ട് ചെയ്ത നമ്പേഴ്സ് കിട്ടിയത് അല്ല, ഞാൻ കട്ട് ചെയ്തത്. ആണോ? നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആൽഫബറ്റ്സ് നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. നഫ്ല ഓക്കേടാ. ഹലോ മാം, കാണാം. ഓക്കേടാ. ചാർട്ടിന് കനം കുറവാന്ന് തോന്നുന്നുണ്ട് അല്ലേ? ആ മാം, ഞാനിപ്പോ ശ്രദ്ധിച്ച് ഇങ്ങനെ മടങ്ങി നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. എല്ലാത്തിനും ഇങ്ങനെ വന്നിരിക്കുന്നു. അപ്പൊ അത് കാർഡാണെങ്കിൽ കുറച്ചുകൂടി കനത്തിലൊരു കാർഡ്ബോർഡിന്റെ ചെറിയ പീസ് കൂടെ ഒട്ടിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ മാം, കയ്യിലുണ്ട്. പക്ഷെ ഞാൻ അത് അത്ര ഓർത്തില്ല. കയ്യിലുണ്ട്. നോക്കിയിട്ട് ചെയ്താൽ മതി, ടൈം പോലെ കേട്ടോ. ഓക്കെ മാം, നമ്പേഴ്സ് ഞാൻ ചെയ്തിട്ടില്ല. അടുത്ത ക്ലാസ്സിൽ കാണിച്ചു തരാം മാം. ഓക്കേടാ. സരിത ആണോ? ചെയ്യട്ടെ കേട്ടോ. എല്ലാ ചാർട്ടിനും അങ്ങനെ പ്രശ്നം തോന്നുന്നില്ല കേട്ടോ. എനിക്ക് ഈ ചാർട്ടിന് ഇതിനുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഒരു കാർഡ്ബോർഡ് ചെറിയ പീസ് ഒട്ടിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കില്ലേ? നല്ല ഞാൻ അങ്ങനെ ചെയ്ത കാർഡ്ബോർഡിൽ ഒട്ടിക്കുക. ആണോ? ഓക്കേടാ. നന്നായിട്ടുണ്ട് സരിക. നമ്പേഴ്സോ? നമ്പേഴ്സ് ഉണ്ട്. ഓക്കേടാ. ഓക്കെ, താങ്ക് യു. കൺമണി യെസ് മാം. പ്രസന്റ് ചെയ്തോട്ടാണോ? കറക്റ്റ് എല്ലാവരും യൂസ് ചെയ്തിരിക്കണേ അല്ലേ? നന്നായിട്ടുണ്ടേ. താങ്ക് യു മാം. അനീഷ യെസ് മാം. കാണാമോ? കാണാടാ. ഓക്കെ. നമ്പർ ഗീതു ബാക്ക് ക്യാമറ ഓൺ ആകുന്നില്ല മാം. മുകളിൽ നോക്കിയടാരോ? ക്ലിക്ക് ചെയ്തിട്ട് വരുന്നില്ല. ഞാൻ ഇത് ഓൺ ആക്കിയിട്ടില്ല, അതുകൊണ്ടാണ്. അതൊന്ന് ചെരിച്ച് കാണിച്ചോടാ. പേപ്പർ വെച്ചാണ് ചെയ്തത്. ഓക്കെ. ഒരുപാടുണ്ട് മാം കാണിക്കുന്നത്. ഓക്കേടാ.
ബി അങ്ങനെ സാൻഡ് പേപ്പർ വെച്ചാണ് ചെയ്തത്. പിന്നെ പിങ്ക് ടവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ നന്നായിട്ടുണ്ട്. പിന്നെ ലെറ്റേഴ്സ് ഇത് നമ്പേഴ്സ് ചെയ്തു. ഓക്കെ ബാക്ക് ക്യാമറയിൽ ഓക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. ബാക്ക് ക്യാമറ ഓൺ ആക്കാൻ പറ്റില്ല മാം. കുഴപ്പമില്ല, എനിക്ക് മനസ്സിലാക്കും. ഓക്കെ റഷീദ അല്ലേ? പ്രസ് ചെയ്തോടാ. ഇതെന്താ സാൻഡ് പേപ്പറോ? അതെ, വീട് പണിക്ക് വാങ്ങിച്ച കുറച്ച് വർഷങ്ങളായിട്ട് അതെനിക്കിപ്പോ ഉപകാരപ്പെട്ടു. ഓക്കെ നന്നായിട്ട്. താങ്ക് യു മാം. ഓക്കെ 5 വരെ ചെയ്തിട്ടുള്ളൂ നമ്പേഴ്സ്. ബാക്കി പണിയിലാണ്. ഓക്കെ ശരി, കുഴപ്പമില്ല. ശ്രുതി പ്രിപ്പയർ ചെയ്താൽ മതി കേട്ടോ. ഫസാന. ഓക്കെ മാം. കാണാം. ഓക്കെ നന്നായിട്ടില്ലേ? മേരി സെബാസ്റ്റ്യൻ. ഓക്കെ നന്നായിട്ട് മേരി. രഞ്ജിത. നന്നായിട്ടില്ല. പിങ്ക് ടവർ. ഓക്കെ അഞ്ജലി. മാം കാണുന്നില്ല മാം. എല്ലാവർക്കും കാണാം. സിന്ധുവിന് കാണാൻ പറ്റുന്നില്ലേ? അർച്ചനെ കാണാൻ പറ്റുന്നില്ലേ? കാണാമോ മാം? കാണാടാ. ഞാൻ ബാക്ക് ക്യാമറ ആയതുകൊണ്ട് കുഴപ്പമില്ല, നന്നായിട്ട് കേട്ടോ. താങ്ക് യു മാം. ഉമ്മു. സോറി, അഞ്ജലി കഴിഞ്ഞു. ഉമ്മു കാണാവോ? ഉമ്മുനെ കാണാം. ബാക്ക് ക്യാമറ ഇങ്ങനെ ആക്കും. കാണാവോ? കാണില്ലേ? ഞാൻ അങ്ങനെ കണ്ടാ മതി. ഓക്കെ നന്നായി കാണാം. ബാക്ക് ക്യാമറ അറിഞ്ഞൂടാ മതി. ഓക്കെ സ്നേഹ. ഓക്കെ നന്നായിട്ട് കേട്ടോ. ജസ്ല. ക്യാമറ ഓൺ ആക്കിട്ട് ഞാൻ അടുത്താഴ്ച കാണിച്ചു തരാം. ഞാൻ അവിടെയല്ല ഉള്ളത്, ഞാൻ കൊണ്ടുവന്നിട്ടില്ല, ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്ല. അടുത്താഴ്ച ഞാൻ കാണിച്ചു തരാം മാം. എടാ ബാക്ക് ഞാൻ ചെയ്ത് വെച്ചു. ക്യാമറ ഓൺ ആക്കിട്ടേ അവിടെ വീട്ടിൽ ക്യാമറ ഓൺ ആക്കാൻ പറ്റാത്തതാണോ പ്രശ്നം? ഇങ്ങനെ ഒരു ജസ്റ്റിലേക്ക് ക്യാമറ ഓൺ ആവാത്തതാണോ പ്രശ്നം? ആരോ മാർക്കിന്റെ റൗണ്ട് ഉണ്ട്. ഓക്കെ കുഴപ്പമില്ല. അർച്ചന മോന് സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ട്. എന്താ പറയണത് മനസ്സിലാവുന്നില്ല കേട്ടോ. ഓക്കേടാ. അപ്പോ അങ്ങനെയാണോ? എന്നെ കാണാൻ പറ്റുന്നില്ലേ? മാമിനെ കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ കാണാൻ പറ്റില്ല. ആണോ? അത് ചിലപ്പോ അതെല്ലാം ടെക്നിക്കലായിട്ടുള്ള ഇഷ്ടമായിരിക്കും.
കാണുന്ന ആയിരിക്കും. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടായിരുന്നു ഇടയ്ക്ക്. ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പം ക്ലിയർ ആണ്. പക്ഷെ മുമ്പ് കാണുന്നില്ലായിരുന്നു. ഓക്കേടാ. ബാക്കിയുള്ളവർക്ക് കാണാലോ. ഓക്കെ, അടുത്ത ആഴ്ച കാണിക്കാം. ഓക്കേടാ. ഓക്കെ, അപ്പൊ നമ്മള് ഓക്കെ മോക്ഷ കുഴപ്പമില്ലാടാ. ഡൗട്ട് ചോദിക്കട്ടെ മാം? മാം ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ഞാൻ PPTTസിന്റെ ഇതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രഷ് കാർഡ് തന്നെ. അത് സ്കൂളിലായിപ്പോ അത് തന്നെ മതിയോ അല്ലെങ്കിൽ സെപ്പറേറ്റ് വേറെ ഉണ്ടാക്കണോ? സ്കൂളിൽ ചാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? ചാർട്ടിലല്ല, കാർഡ്ബോർഡിന്റെ സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്തത്. അത് സ്കൂളിലാണ് ഉള്ളത്. അത് മതിയോ? വേറെ സെപ്പറേറ്റ് ഉണ്ടാക്കണ്ടല്ലോ. ശരി, ഓക്കെ. നമ്മള് ഇനി നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ചാപ്റ്റർ ഏതായിരുന്നു? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ആയിരുന്നു അല്ലേ? ഞാനേ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ പാർട്ട് 1 ഉണ്ടല്ലോ, ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞിട്ട്, ആ പോർഷൻ ഫുള്ള് നമ്മൾ തീർത്തതല്ലേ? അപ്പൊ നമുക്ക് ഒരു 2 ചാപ്റ്റർ വെച്ചിട്ട് നമുക്ക് ഈ മോക്ക് ടെസ്റ്റ് കുറച്ച് അധികം ക്വസ്റ്റ്യൻ വരത്തക്ക രീതിയിൽ സെറ്റ് ചെയ്ത് തരാമോ? റിപ്പീറ്റേഷൻ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എക്സാമിന് എളുപ്പമാവുമല്ലോ. അല്ലെങ്കിൽ ആ പുസ്തകം നമ്മളെ മാറ്റി വെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. നമ്മളത് എടുക്കുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ മൊത്തം മറന്നു. അപ്പൊ ഇടയ്ക്കൊന്ന് അതൊന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ഇട്ടാൽ നന്നായി. ഞാൻ റിവിഷൻ തരാം. ഓരോ ചാപ്റ്റേഴ്സും വെച്ച് ഞാൻ റിവിഷൻ തരാം. അങ്ങനെ മതിയോ? മതി, എങ്ങനെയായാലും മതി. നമ്മൾ അതിനകത്ത് ടച്ച് വിട്ടു പോവാതിരുന്നാ മതി. മതി മാം, ഞാനൊക്കെ ക്ലാസ് ഓരോ ചാപ്റ്റർ മാം അതിന്റെ റിവിഷൻ തന്നാ മതി. ഓരോ ചാപ്റ്റർ ഓക്കെ, ഞാൻ റിവിഷൻ തരാം. റിവിഷൻ എന്ന് പറഞ്ഞാൽ ക്ലാസ്സിലായിരിക്കില്ല കേട്ടോ റിവിഷൻ തരുന്നത്. നമ്മൾ കുറച്ചൊരു 10ഓ 20ഓ ക്വസ്റ്റ്യൻസ് ഞാൻ മോക്ക് ടെസ്റ്റ് പോലെ തന്നെ ചെയ്യാനായിട്ട് അയക്കാം. ഓക്കെ, പിന്നെ എക്സാമിനോട് എടുക്കുമ്പോൾ നമുക്ക് മോഡൽ എക്സാം പഴയ മുമ്പ് നടത്തിയിട്ടുള്ള മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് മെയിൻ എക്സാമിന് കിട്ടില്ല. മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാനായിട്ട് നിങ്ങൾക്ക് തരും കേട്ടോ. അല്ലേ? താങ്ക് യു. മെയിൻ എക്സാമിന് കിട്ടില്ല, മോഡൽ എക്സാമിന് കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, മോഡൽ എക്സാമിന്റെ അപ്പൊ അത് മോഡൽ എക്സാം മെയിൻ എക്സാമിന്റെയും ക്വസ്റ്റ്യൻസ് തമ്മിൽ ഓരോ പോലെയാണ്, കുറച്ച് വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. മെയിൻ എക്സാം വരുമ്പോൾ ഇത്തിരി ടഫായിരിക്കും, ചില സെയിം ആയിരിക്കും. നിങ്ങൾക്ക് വായിക്കുന്നതൊന്നും ചെയ്തു കൊടുക്കുക, നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിപ്പോ കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസിലെ ക്വസ്റ്റ്യൻസ് തരാം. ഓക്കെ ഓക്കെ അല്ലേ? ഇന്ന് റിവിഷൻ വയ്ക്കാം നമുക്ക്. ഈ ചാപ്റ്ററാണ്. ചാപ്റ്റർ വായിച്ചിട്ട് വേണം, എന്റെ നോട്ടും വായിച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസസ് എന്നല്ലേ മാം പറഞ്ഞത്? അതെ, യൂണിറ്റ് 4 ആയിക്കോട്ടെ. ശരി, അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്തൊരു ചാപ്റ്റർ ഞാൻ സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം. അങ്ങനെ പോരെ? മതി. നമുക്കതൊന്ന് അതിനകത്ത് ടച്ച് വിട്ടു പോവാതിരുന്നാ മതി. പുസ്തകം മാറ്റി വെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരാതിരുന്നാ മതി. ഓക്കേടാ. പിന്നെ സൊസൈറ്റി ഓഫ് പൊല്യൂഷന്റെ മോക്കത്ത് കിട്ടിയിട്ടില്ലാലോ? ഞാൻ കൊടുക്കാട്ടോ. കിട്ടിയിട്ടില്ല, ഞാൻ കൊടുത്തിട്ടാ. പറഞ്ഞു കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച ചാപ്റ്റർ ഇല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം ഇല്ലായിരുന്നു. മാം, അപ്പൊ അതിൽ കഴിഞ്ഞ ദിവസത്തെ പോർഷൻ, അതായത് ഇന്നലത്തെ പോർഷൻ, അപ്പൊ അതെനിക്ക് അത് മനസ്സിലാവുന്നില്ല. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പോലെ ഒന്ന് പറഞ്ഞു തരുമോ? ജസ്റ്റ് ഒരു അല്ലേ? അതെ മാം, നോട്ട്സ് എഴുതാൻ വേണ്ടി. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാം, കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മള് കുഴപ്പമില്ല, പറഞ്ഞിട്ട് പോവാ കേട്ടോ. വലിയ പാരഗ്രാഫ് ആണല്ലോ, വായിച്ചിട്ട് അതിന് കിട്ടണ്ടാവില്ല, അതല്ലേ? പറയാനും ഇത്തിരി ടഫൊന്നല്ല, കുഴപ്പമൊന്നുമില്ല. ഇത്തിരി വായിച്ചെടുത്ത് മനസ്സിലാക്കാനായിട്ട് ഇത്തിരി പാടാം. ജസ്റ്റ് ഞാൻ അതിന്റെ കണ്ടന്റ് മാത്രം പറയാം. മതി മാം, പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളൊന്ന് ജസ്റ്റ് അറിഞ്ഞാൽ മതി. കണ്ടന്റ് മാത്രമേ പറയുള്ളൂ, ഫുൾ റീഡ് ഒന്നും ചെയ്യില്ല. അപ്പൊ
ഇനി അത് മനസ്സിലാവാത്തവർക്കും കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററിന്റെ പേര് മൂവ്മെന്റ്സ് എന്നാണ് അല്ലെ. അപ്പോ ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് ഇത് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് മോണ്ടിസോറിലെ ഹാൻഡ് മൂവ്മെന്റ്സിനാണ് ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ് മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിയുടെ ചൈൽഡ് ഡെവലപ്മെന്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. സോ മൂവ്മെന്റ്സ് നല്ല രീതിയിൽ മൂവ്മെന്റ്സ് ഒക്കെ ഉള്ള കുട്ടിയാണ്, നല്ല രീതിയിൽ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് എന്താണ് മെന്റൽ ഡെവലപ്മെന്റ് നേരത്തെ സംഭവിക്കും. അതേപോലെ തന്നെ ഈ ഡാൻസ് സ്പോർട്സിലൊക്കെ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് മൂവ്മെന്റ്സ് കൂടുതലായിരിക്കും. അപ്പൊ അവർക്ക് മെന്റൽ ഡെവലപ്മെന്റ് ഇപ്പൊ സാധാരണ ആക്ടിവിറ്റീസിലൊന്നും അധികം എൻഗേജ് ചെയ്യാത്ത കുട്ടികളെക്കാളും കൂടുതൽ മൂവ്മെന്റ്സ് ആർക്ക് കൂടുതലായിരിക്കും. ഈ ആക്ടിവിറ്റീസ് സ്പോർട്സ് അതേപോലെ തന്നെ ഡാൻസ് കൂടുതൽ എൻഗേജ് ചെയ്യുന്ന കുട്ടികൾക്ക് മൂവ്മെന്റ്സ് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോ മൂവ്മെന്റ്സും നമ്മുടെ മെന്റൽ ഡെവലപ്മെന്റും തമ്മിൽ നല്ല ക്ലോസ് ആയിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ട്. അപ്പൊ നല്ല മൂവ്മെന്റ്സ് ഉള്ള വ്യക്തികൾക്ക് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ആയാലും മെന്റൽ ഡെവലപ്മെന്റ് ആയാലും പെട്ടെന്ന് കൈവരിക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ മൂവ്മെന്റ്സും തോട്ടും തമ്മിൽ കണക്ഷൻ ഉണ്ട് കേട്ടോ. മൂവ്മെന്റ്സും നമ്മുടെ തോട്ട്സും കണക്റ്റഡ് ആണ്. അതേപോലെ നമ്മള് ഐ ഹാൻഡ് അതേപോലെ എല്ലാ മൂവ്മെന്റ് ഡാൻസിന്റെ കാര്യമാണെന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ബ്രെയിൻ അതേപോലെ ഹാൻഡ് ഐ മൂവ്മെന്റ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് വരണം, എന്നാൽ മാത്രമേ നമ്മൾ അത് പെർഫോം ചെയ്താൽ പെർഫെക്റ്റ് ആവുള്ളൂ. സോ അപ്പൊ എല്ലാ നമ്മുടെ സെൻസ് ഓർഗൻസും നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, മൂവ്മെന്റ്സ് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതേപോലെ നമ്മൾ മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് വരാണെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് ഫ്രീഡം നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. നമ്മൾ 2 ചാപ്റ്റർ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു, ഫുൾ ഫ്രീഡം കൊടുക്കുന്നുണ്ട്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടുള്ള ഫ്രീഡം ആണ് ഈ കുട്ടികൾക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീഡം ടു മൂവ് ചെയ്യാനുള്ള ഫ്രീഡം ആണ് നമ്മൾ അവർക്ക് അലോ ചെയ്യുന്നത്. അവർക്ക് ഫ്രീ ആയിട്ട് ഏത് മെറ്റീരിയൽസ് യൂസ് ചെയ്യാനുള്ള ഫ്രീഡം കൊടുക്കുന്നുണ്ട്. അവർക്ക് ആ മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. അതേപോലെ അവർക്ക് അവിടെ ഒന്ന് വേണമെങ്കിൽ നടക്കാനുള്ള ഫ്രീഡം കൊടുക്കുന്നുണ്ട്. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഫ്രീഡം നമ്മൾ മോണ്ടിസോറി ക്ലാസ് റൂമിൽ കൊടുക്കുന്നുണ്ട്. പക്ഷെ നോർമൽ ക്ലാസ് റൂമിൽ അങ്ങനെ കൊടുക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ സീറ്റിൽ നിന്ന് എഴുന്നേക്കാൻ പോലും ടീച്ചേഴ്സിന്റെ പെർമിഷൻ ഇല്ലാതെ നമുക്ക് പറ്റില്ല. നോർമൽ ക്ലാസ് റൂമിൽ ഫോഴ്സ്ഡ് ആണ് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ മോണ്ടിസോറി ക്ലാസ് റൂമിൽ നമ്മൾ കുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കുന്നത് കൊണ്ട് തന്നെ അതിന്റെ ഭാഗമായിട്ട് കുട്ടികൾ ഓട്ടോമാറ്റിക്കലി ഡിസിപ്ലിൻ ആയിട്ട് മാറാണ്. അപ്പൊ ഹ്യൂമൻ ഡെവലപ്മെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ് മൂവ്മെന്റ്സ് എന്ന് ഞാൻ പറഞ്ഞു. ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് ഫസ്റ്റ് സ്റ്റേജ് മുതൽ നമ്മൾ എന്താ പറയാ ഹെഡ് ടു ഫുട്ട് റീജിയനിലാണ് ഡെവലപ്മെന്റ് വരുന്നത്. തല മുതൽ പാദം വരെയാണ് ഡെവലപ്മെന്റ്. സോ ഈച്ച് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു കുട്ടി എന്താ പറയാ ആദ്യം എന്താ പറയാ കൈകാലുകളൊക്കെ ഇതിങ്ങനെ കളിക്കും. അപ്പൊ ഹാൻഡ് മൂവ്മെന്റ്സ്, അത് കഴിഞ്ഞ് ബ്രെയിൻ മൂവ്മെന്റ്സ്, ബ്രെയിൻ നമ്മൾ തല ഉറയ്ക്കും. അത് കഴിഞ്ഞ് കുട്ടി കമന്ന് വീഴും. ദെൻ ഇരിപ്പുറയ്ക്കും, മുട്ടിലെഴയും. ദെൻ എന്ത് ചെയ്യാണ്, എഴഞ്ഞു തുടങ്ങും. പിന്നെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ നോക്കും. ദെൻ പതുക്കെ ഒരു സ്റ്റെപ്പ് വെക്കും. പിന്നെ അവൻ നടന്നു തുടങ്ങും. അപ്പൊ ഈച്ച് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടാണ് അവന്റെ മൂവ്മെന്റ്സ് കണക്റ്റഡ് ആവുന്നത്. ഡെവലപ്മെന്റ് സ്ലോലി ആണ്. സാധാരണ ഹ്യൂമൻ ബീങ്സിനാണ് കുറച്ചും കൂടി മൂവ് ചെയ്യാനുള്ള, കാരണം അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് പ്രോപ്പർ ആയിട്ട് നടന്നാൽ മാത്രമേ അവന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, എന്നുവെച്ചാൽ നടക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ബ്രെയിൻ ഡെവലപ്മെന്റ് പ്രോപ്പർ ആവണമെങ്കിൽ ഒരു ഏജ് ഉണ്ട്. ഇങ്ങനെ ഏജിൽ ഇങ്ങനെ ഡെവലപ്മെന്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റിൽ പറഞ്ഞിട്ടുണ്ടാവും ഇന്ന ഏജിൽ ഇന്ന ഡെവലപ്മെന്റ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതെല്ലാം അച്ചീവ് ചെയ്താൽ മാത്രമേ ഒരു കുട്ടിക്ക് നല്ല രീതിയിൽ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മൂവ്മെന്റ്സ് അപ്പൊ എന്താ പറയാ, ഇത്രയും കാര്യങ്ങളാണ് മൂവ്മെന്റ്സിൽ പറയുന്നത്. നമ്മൾ ഓരോ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മുടെ എൻവയോൺമെന്റിനെ എക്സ്പീരിയൻസ് ചെയ്യണം. ഒരു പൂവാന്ന് പറയുമ്പോൾ ആ പൂവ് ഒന്ന് തൊട്ട് നോക്കണം. അപ്പൊ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഒരു ആപ്പിളാന്ന് പറയുമ്പോൾ അത് നമ്മുടെ കയ്യിൽ നിന്ന് തൊട്ട് നോക്കി മനസ്സിലാക്കുകയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ എൻവയോൺമെന്റിൽ ഉള്ളത് നമ്മൾ ഓരോ കുട്ടികളും എക്സ്പീരിയൻസ് ചെയ്യണം. അവർ സ്റ്റേജസ് ബൈ സ്റ്റേജസ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്താണ് അവരൊരു കാര്യം പറയുന്നത്. സോ മൂവ്മെന്റ്സ് ലീഡ്സ് ടു മസിൽ ഡെവലപ്മെന്റ്, മസിൽ ഇംപ്രൂവ്മെന്റ്. നമ്മുടെ മസിൽസിന് ഇംപ്രൂവ്മെന്റ്, നല്ല രീതിയിൽ മൂവ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല ഫ്ലെക്സിബിലിറ്റി ഒക്കെ കിട്ടുകയാണെങ്കിൽ മസിൽ ഡെവലപ്മെന്റ് ഒക്കെ പെട്ടെന്ന് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ നമ്മുടെ മൈൻഡിനെയും നമ്മുടെ ഫീലിങ്സ് ഒക്കെ സ്റ്റിമുലേറ്റ് ചെയ്യും. പിന്നെ
ഡെവലപ്സ് ഇൻഡിപെൻഡൻസ്. അവൻ ഒറ്റയ്ക്ക് നടക്കാനായിട്ട് പഠിക്കും. നമ്മൾ എപ്പോഴും എടുത്തോണ്ടോ നടക്കണ്ട. അവൻ നടന്നു തുടങ്ങി കഴിഞ്ഞാൽ അവൻ തനിയെ ഒറ്റയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും കുട്ടികൾക്ക് ഫ്രീ നടക്കാനൊക്കെ. പിന്നെ കോൺസെൻട്രേഷൻ കൂടും. നമ്മളിപ്പോ ഡാൻസും അതേപോലെ സ്പോർട്സിലൊക്കെ എൻഗേജ് ചെയ്യുന്ന കുട്ടികൾക്ക് മൊമെന്റ്സ് കൂടുതലാണെന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. ദെൻ കോൺഫിഡൻസ് കൂടുതലായിരിക്കും. കാരണം അവർക്ക് ഒറ്റയ്ക്ക് ഒരു കാര്യം അച്ചീവ് ചെയ്തപ്പോ അവർക്ക് നല്ലൊരു കോൺഫിഡൻസ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ബിൽഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ദെൻ അതേപോലെ തന്നെ ഇത് എന്തിന് കാരണമാകുന്നു, നമ്മുടെ നോർമലൈസേഷന് കാരണമാകുന്നു എന്ന് പറയും. ഇനി നമ്മുടെ മൊമെന്റ്സിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ പല ചാപ്റ്ററുകളായിട്ട് ഹെൽത്തി മൈൻഡ്, നല്ല ആരോഗ്യമുള്ള മനസ്സ് എവിടെ മാത്രമാണ് ഉണ്ടാവാന്ന് പറഞ്ഞിട്ടുണ്ട്? ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമാണ്. ആരോഗ്യമുള്ള ശരീരം, ഹെൽത്തി മൈൻഡ് ആവണം. ശരീരത്തിൽ മാത്രമേ ഓക്കേടാ. അപ്പൊ ഹെൽത്തി മൈൻഡ് ഹെൽത്തി ബോഡിയിൽ മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഹെൽത്തി ആയിട്ട് മാക്സിമം ട്രൈ ചെയ്യണം. അപ്പൊ അതേപോലെ നമ്മുടെ മൈൻഡും ബോഡിയും തമ്മിൽ എന്തുണ്ട്, ഒരു കണക്ഷൻ ഉണ്ട് അല്ലെ? നമ്മുടെ മനസ്സും ശരീരവും തമ്മിൽ കണക്റ്റഡ് ആണ്. അപ്പൊ മനസ്സും ശരീരവും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ, ഹെൽത്ത് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിന് മൂമെന്റ്സ് വളരെയധികം ക്ലോസ്ഡ് ആണ്. മൂമെന്റ്സ് ആയിട്ട് വളരെയധികം എന്താണ്, കണക്റ്റഡ് ആണ്. ഇപ്പൊ ഒരു കുട്ടിക്ക് നമ്മൾ പല ഇപ്പൊ എന്താ പറയാ, നമ്മൾ ഒരു മിനിറ്റ് മ്യൂട്ട് ആക്കിക്കോളാം. ഞാൻ പെട്ടെന്ന് മ്യൂട്ട് ചെയ്യാൻ നോക്കിയതാണ്. അപ്പൊ ഇല്ലേ നമ്മൾ കാർട്ടൂൺ പോലെ കാണിക്കും. ഇപ്പൊ ടൈമും എനർജിയും പിന്നെന്താണ് ഡിസേർവും വെച്ചിട്ട് ആദ്യം കുട്ടിയുടെ കയ്യില് ടൈമും ഉണ്ട്, ഡിസേർവും ഉണ്ട്, ആഗ്രഹങ്ങളും ഉണ്ട്. പക്ഷെ എന്തില്ല, എനർജി ഇല്ല. പിന്നെ എങ്ങനായിട്ടുള്ള ജനറേഷന്റെ കാര്യത്തിലാണെങ്കിൽ ടൈം ഉണ്ട്, എനർജി ഉണ്ട്, പക്ഷെ എന്തില്ല, സോറി എനർജി ഉണ്ട്, ഡിസേർവ് ഉണ്ട്, പക്ഷെ ടൈം ഇല്ല. കാരണം എങ്ങനെയാണല്ലോ. പിന്നെ ഓൾഡ് ഏജിലേക്ക് വരുമ്പോ എനർജി കുറവാണ്, ടൈം ഉണ്ട്, അതേപോലെ മണിയും ഉണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ കാർട്ടൂൺ പോലെ കണ്ടതാ, ഒരു കാർട്ടൂൺ പോലെ കണ്ടതാ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ എന്താണ്, നമ്മുടെ മനസ്സ് വില്ലിങ് ആയിരിക്കണം ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നമ്മുടെ ഒപ്പം നിൽക്കണം. നമുക്ക് ഡാൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും അവിടെ ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡാൻസ് പെർഫോം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പൊ ഏതൊരു ആക്ടിവിറ്റി ചെയ്യണം എന്നുണ്ടെങ്കിലും നമ്മുടെ മനസ്സും ശരീരവും നമ്മുടെ കൂടെ തന്നെ വേണം. ഇപ്പൊ നമ്മൾ ടീച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സുണ്ട്, നമുക്ക് ക്ലാസ് എടുക്കണമെന്നുണ്ട്. പക്ഷേ നമുക്ക് ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ടീച്ച് ചെയ്യാൻ പറ്റുമോ, പ്രോപ്പർ ആയിട്ട് ക്ലാസ് എടുക്കാനായിട്ട് പറ്റും? ഇല്ല. അപ്പൊ അതേപോലെയാണ്, നമുക്ക് നല്ല രീതിയിൽ ക്ലാസ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സും ഹാപ്പി ആയിരിക്കണം. അതേപോലെ തന്നെ നമ്മുടെ ശരീരവും ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും ഓക്കെ ആയിരിക്കണം. ഓക്കെ, നമ്മുടെ ഫിസിക്കലായിട്ടും മെന്റൽ ഹെൽത്തും ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോപ്പർ ആയിട്ട് ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചിട്ടൊക്കെ ജസ്റ്റിസ് ക്ലാസ് എടുത്തില്ലേ? എന്താ അതിൽ പറഞ്ഞത്, ഓർമ്മയുണ്ടോ? എടുത്തില്ല നിങ്ങൾക്ക് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്? കുറച്ചെടുത്തിന് PF അല്ല ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ തന്നിട്ടേ ഉള്ളൂ. സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെന്റൽ ഹെൽത്തിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ മൈൻഡിന്റെ ഹെൽത്ത്. നമ്മൾ പറയും ഒരു വ്യക്തി ആരോഗ്യവാനാന്ന് പറയുമ്പോൾ അവന്റെ എന്താ പറയാ, ശരീരം ഓക്കെ ആണ് അല്ലെങ്കിൽ ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ അവൻ ആരോഗ്യവാനാണോ? അല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയല്ല. അത് മനസ്സും കൂടി ഓക്കെ ആയിരിക്കണം. അപ്പോ മനസ്സിന് എന്തെങ്കിലും മുറിവ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ എന്ത് ചെയ്യണം, ട്രീറ്റ്മെന്റ് ഉണ്ട്. ഇപ്പൊ ഒരു വ്യക്തിക്ക് ഡിപ്രഷനിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അതിന് ട്രീറ്റ്മെന്റ് ഉണ്ട്. അതേപോലെ പല ട്രീറ്റ്മെന്റ്, പല ഫസ്റ്റ് എയ്ഡുകളും സൈക്കോളജിക്കൽ ആയിട്ടുണ്ട്. അതൊക്കെ ഡീൽ ചെയ്യും. അപ്പോൾ നമ്മുടെ മനസ്സും ശരീരവും ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്കൊരു കാര്യം നല്ല രീതിയിൽ നമ്മൾ ഫുൾ എഫേർട്ടോട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോ ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് നമുക്ക് എന്താണ്, നമ്മുടെ നെർവസ് സിസ്റ്റം ഇൻസഫിഷ്യന്റ് ആയിരിക്കും. പ്രോപ്പർ ആയിട്ട് നമുക്ക് ഡെവലപ്മെന്റ് സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അവർക്ക് വിചാരിക്കുന്ന രീതിയിൽ മൂവ് ചെയ്യാനൊന്നും പറ്റില്ല. സോ നമ്മൾ പ്രാക്ടീസിലൂടെയാണ് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ എന്ത് ചെയ്യുന്നത്, ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യുന്നത്. അപ്പൊ ആദ്യം ഒരു കുട്ടി നടന്നു തുടങ്ങുമ്പോൾ ചിലപ്പോൾ വീണ് പോകില്ലേ? പക്ഷെ വീണ്ടും അവൻ അത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ അവനത് നല്ല ബാലൻസോട് കൂടി എന്ത് ചെയ്യാൻ പറ്റും, നടക്കാനായിട്ട് പറ്റും. സോ സൈക്കിക് ഡെവലപ്മെന്റ് വിച്ച് ക്രിയേറ്റ് മൂവ്മെന്റ്സ്. ഈ സൈക്കിക് ആയിട്ടുള്ള മെന്റൽ ഡെവലപ്മെന്റ് ആണ്
മൊമെന്റ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അവന്റെ ആഗ്രഹങ്ങളാണ്, അവൻ നടക്കണം എന്നുള്ളത് അവന്റെ ആഗ്രഹമാണ്. അതേപോലെ അവന് ഫുട്ബോൾ കളിക്കണം എന്നുള്ളത് അവന്റെ ആഗ്രഹമാണ്. ഓരോ മൊമെന്റ്സും അവന്റെ സൈക്കിക് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആയിട്ട് കണക്ഷൻ ഉണ്ട്. അർച്ചന ക്ലിയർ ആണാടാ? ആ മാം ക്ലിയർ ആണ്. ഇപ്പൊ മാം പറഞ്ഞില്ലേ ലാസ്റ്റ് പറഞ്ഞില്ല, അതൊന്ന് പറയോ? നമ്മുടെ മെന്റൽ ഡെവലപ്മെന്റ് ആണ് മൊമെന്റ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് ഡാൻസ് പഠിക്കാനായിട്ട്. അപ്പൊ എന്റെ മൈൻഡിലുള്ള ഒരു കാര്യമാണ് എനിക്ക് ഡാൻസ് പഠിക്കണം എന്നുള്ളത്. അപ്പൊ ഞാൻ ആ ഡാൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് എന്റെ മൈൻഡിനെ ഞാൻ അന്ന് നോക്കിയാക്കും. ദെൻ മൂവ്മെന്റ്സ് ഞാൻ പിന്നെ പഠിച്ചോളും, മൂവ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്തോളും. ഓക്കെ, നമ്മളുടെ എല്ലാവരെയും ആഗ്രഹം സൈക്കിക് ആയിട്ട് മെന്റൽ ആയിട്ടുള്ള ഡെവലപ്മെന്റും മൂവ്മെന്റ്സും ആയിട്ട് കണക്റ്റഡ് ആണ്. ഇപ്പൊ ഡാൻസ് കളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ മെന്റൽ സൈക്കിക് ഉദ്ദേശിക്കുന്നത് മൈൻഡാണ് കേട്ടോ. ഓക്കെ ആണ് എല്ലാവർക്കും പോർഷൻ? ഇത് ഇത്തിരി ടഫാണ്, വായിച്ചെടുത്ത് മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ ഇത്തിരി ടഫാണ്. പക്ഷെ കണ്ടന്റ് മനസ്സിലാക്കി കഴിഞ്ഞാല് വളരെ എളുപ്പമാണ്. നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം, ഈ പാരഗ്രാഫോ അങ്ങനെ ഒന്നല്ലായിരിക്കും ക്വസ്റ്റ്യൻസ് വരാം. ശരിക്കും പറഞ്ഞാൽ കണ്ടന്റിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് എന്താണോ ആ കണ്ടന്റിൽ നിന്ന് മനസ്സിലാക്കുന്നത്, അതിൽ നിന്നായിരിക്കും നമുക്ക് എന്ത് വരുന്നത്, ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനി മൊമെന്റ്സ് ആൻഡ് മെന്റൽ അസിമിലേഷൻ ആണ് പറയുന്നത്. ചൈൽഡ് ക്രിയേറ്റ് ത്രൂ മൊമെന്റ്സ്. നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്നത്, നമ്മുടെ മൈൻഡിനെ അബ്സോർബ് ചെയ്യുന്നത്, അഡാപ്റ്റ് ചെയ്യുന്നത് ഈ മൊമെന്റ്സിലൂടെയാണ്. ഹിസ് ആക്ച്വൽ ലേണിംഗ് ഇൻവോൾവ്സ് മൊമെന്റ്സ്. ഓരോ കാര്യങ്ങളും പഠിക്കുന്നത് എങ്ങനെയാണ്, മൊമെന്റ്സിലൂടെയാണ്. ടച്ച് ചെയ്ത് നോക്കി ഓരോ മൊമെന്റ്സിലൂടെയാണ് അവനെ ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്, എക്സ്പ്ലോർ ചെയ്യുന്നത്. അവന്റെ പുറത്തെ വേൾഡിനെ എക്സ്പ്ലോർ ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ മൊമെന്റ്സിലൂടെയാണ്. The child also improve his mental power by searching out sensations and moments. ഈ സെൻസേഷൻസും ഈ മൊമെന്റ്സ് ഒക്കെ സെർച്ച് ചെയ്തിട്ടാണ്, സെർച്ച് ചെയ്യുന്നതിലൂടെ അവന്റെ മെന്റൽ പവർ കൂടുകയാണ്. അപ്പൊ ഓരോ കാര്യങ്ങളും സെൻസ് ചെയ്യാനായിട്ട് അവൻ പഠിക്കുകയാണ്. ഇപ്പൊ നമ്മള് ഞാൻ ആൽഫബറ്റ്സിന്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പൊ ആൽഫബറ്റ്സ് സാൻഡ് പേപ്പറിൽ അല്ലെങ്കിൽ ഗിൽസർ പേപ്പറിൽ സാധാരണ ചാർട്ടിനേക്കാൾ കുറച്ചും കൂടി ഹാർഡ് അല്ലേ ഗിൽസർ പേപ്പർ. അപ്പൊ കുട്ടികൾ എന്ത് ചെയ്യും, ഈ ആൽഫബറ്റ്സ് ടച്ച് ചെയ്ത് നോക്കും. ഈ ഫിംഗർ വെച്ചിട്ട് അവരിങ്ങനെ ടച്ച് ചെയ്ത് എ എന്നുള്ളത് ടച്ച് ചെയ്ത് നോക്കുകയാണ്. അപ്പൊ ഹാൻഡ് മൂവ്മെന്റ് ആണ് അവിടെ വരുന്നത്. അപ്പൊ ടച്ച് ചെയ്യുമ്പോൾ അവരത് എഴുതുന്നത് പോലെ തന്നെ, നമ്മളിപ്പോ പെൻ കൊടുത്ത് എഴുതുന്നതിന് മുമ്പ് നമ്മളത് സെൻസ് ചെയ്യാനായിട്ട് അവരെ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെയാണ് എ. ഓട്ടോമാറ്റിക്കലി അവര് എഴുതാൻ പഠിക്കും. നമ്മളത് കൈപിടിച്ച് കമ്പൽ ചെയ്ത് പഠിപ്പിക്കണ്ട, കാരണം അത് അവർക്ക് ഇങ്ങനെയാണെന്ന് സെൻസ് ചെയ്ത് അറിയാം. കാരണം ബാക്കി ടച്ച് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട് ഡിഫറൻസ്. സോ അവർ സെൻസ് ചെയ്ത് അത് മനസ്സിലാക്കിയാണ്, ഹാൻഡ് മൂവ്മെന്റിലൂടെ അത് മനസ്സിലാക്കിയാണ്. അബ്സോർപ്ഷൻ ആൻഡ് അഡാപ്റ്റേഷൻ ആണ് അസിമിലേഷന്റെ മറ്റു മീനിങ് കേട്ടോ. അബ്സോർബ് ചെയ്യുക. ഞാൻ ഇന്നലെ ആൽഫബറ്റ് ചെയ്യുമ്പം എന്റെ മോന് പറയുന്നത്, അങ്ക് ഈല് പഠിപ്പിച്ചു തരുമോ അമ്മ ABCD എന്ന്. ഇങ്ങനെ അട്രാക്ട് ആയിട്ടുണ്ടായിരുന്നു അതില്. ഓക്കേടാ, അപ്പൊ പഠിപ്പിച്ചു കൊടുക്കണോട്ടോ. ശരിക്കും ഹെൽപ്ഫുൾ ആണ് കുറച്ച്. കാരണം നമ്മൾ അവരെ കൈ പിടിപ്പിച്ച് എഴുതിക്കേണ്ട കാര്യമേ വരേണ്ടതില്ല. ഞാൻ എന്റെ എക്സാമ്പിൾ പറയാം. ഞാൻ മോളെ കൈ പിടിപ്പിച്ച് നിർബന്ധിച്ച് ആൽഫബറ്റ്സ് എഴുതിപ്പിച്ചിട്ടില്ല. പക്ഷെ അവള് ആൽഫബറ്റ്സ് എഴുതും. അവള് ഇങ്ങനെ വന്നിട്ട് ഇതന്നെ ടച്ച് ചെയ്ത് നോക്കി മനസ്സിലാക്കുന്നത്. ഇതുപോലെ കുറച്ച് കാർഡുകൾ ഉണ്ട് എന്തെങ്കിലും, അതും കണ്ടിട്ടാണ് അവള് മനസ്സിലാക്കുന്നത്. അവള് സ്വന്തമായിട്ട് പെൻസിൽ യൂസ് ചെയ്ത് ചോക്ക് യൂസ് ചെയ്ത് അവിടെ എഴുതും. സ്ലൈറ്റിൽ അത് എഴുതും അവള്. കുറച്ച് ഫോളോ ചെയ്യിച്ചിട്ടില്ല, ഞാൻ കൈ പിടിച്ച് എഴുതിപ്പിക്കേണ്ട വന്നിട്ടില്ല. നമുക്കത് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആണ്. കുട്ടികളെ ട്രെയിൻ ചെയ്യാനായിട്ട് കുറച്ചുകൂടി നല്ലതാണ്. മൊമെന്റ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. മാം, ഈ കിനസ്തെറ്റിക് വർക്ക് ചെയ്യുന്ന കുട്ടികൾക്കല്ലേ ഇങ്ങനെ ടച്ചിങ്ങിലൂടെയും ഫീൽ ചെയ്തിട്ട് അപ്പം പെട്ടെന്ന് കാര്യങ്ങള് എന്താ ഇപ്പൊ ഞാനീ പറഞ്ഞ ആൽഫബറ്റ്സിന്റെ കാര്യം നമ്മൾ സെൻസ് ചെയ്യുന്നു. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ സെൻസിലൂടെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഹാർഡ് സോഫ്റ്റ് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ ടച്ച് കിട്ടൂലേ. നിങ്ങൾ പ്രാക്ടിക്കൽ സെഷന് വരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ ഹാർഡും അതേപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ടാബ്ലറ്റ്സ് ഉണ്ട്. പക്ഷെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് അത് കാണിച്ച് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഡിഫറൻസ് മനസ്സിലാകില്ല. കാരണം എന്താണെന്നറിയാമോ, കാണാനായിട്ട് എല്ലാവരും ഓരോ പോലെ ഇരിക്കുന്നത്, പക്ഷെ അത് എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം നമ്മൾ കണ്ണ് ക്ലോസ് ചെയ്തിട്ട് ശരിക്കും 5 ഒരേപോലത്തെ 10 എണ്ണം അല്ല, മൊത്തം 10 ടാബ്ലറ്റ്സ് 2 എണ്ണത്തിന്റെ പേരാണ്. നമ്മളത് ഹാർഡ് ആണോ സോഫ്റ്റ് ആണോ നമ്മൾ കണ്ണടച്ചിട്ട് അതിങ്ങനെ ടച്ച് ചെയ്ത് നോക്കും. അപ്പൊ സോഫ്റ്റ് ആണെങ്കിൽ നമ്മളത് മാറ്റി വെക്കും, ജസ്റ്റ് എടുക്കും. ഹാർഡാണ് അത് മാറ്റും.
നെക്സ്റ്റ് കുറച്ചും കൂടി സോഫ്റ്റ് ആണ്. അങ്ങനെ ഡിഫറൻസ് നമ്മൾ കണ്ണ് അടച്ചിട്ട് നമ്മളത് സെൻസ് ചെയ്യണം. അപ്പൊ കുട്ടികൾക്കും അത് സെൻസ് ചെയ്ത് അവരുടെ മൂവ്മെന്റ്സിലൂടെ, അവരുടെ ഹാൻഡ് മൂവ്മെന്റ്സിലൂടെ അത് ടച്ച് ചെയ്ത് അത് മനസ്സിലാക്കുകയാണ്. ഓരോ കാര്യങ്ങളും ടച്ചിലൂടെ, മൂവ്മെന്റ്സിലൂടെയാണ് ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്, എക്സ്പ്ലോർ ചെയ്യുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, ദെൻ പറയുന്നത് മൂവ്മെന്റ്സ് ആൻഡ് ഡിസ്കവറി. നമുക്ക് മൂവ്മെന്റ്സിലൂടെ എന്തെല്ലാം കാര്യങ്ങൾ ഡിസ്കവർ ചെയ്യാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. ഒരു കുട്ടി ഒരു ആക്ടിവിറ്റി റിപ്പീറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ അവൻ എന്ത് കിട്ടാന്ന് ഞാൻ പറഞ്ഞു, കോൺസെൻട്രേഷൻ കിട്ടുമെന്ന് പറഞ്ഞില്ലേ, നല്ല കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ. ഒരു ആക്ടിവിറ്റി വീണ്ടും വീണ്ടും ഒട്ടും ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാണ്ട് അത് നല്ല രീതിയിൽ മൂവ് ചെയ്ത്, ഇപ്പൊ പിങ്ക് ടവർ അറേഞ്ച് ചെയ്യാണ്, ആദ്യം അവൻ അറേഞ്ച് ചെയ്യുമ്പോൾ തെറ്റിപ്പോയി, വീണ്ടും അറേഞ്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോകും. കാരണം കുട്ടികളല്ലേ, അവർക്ക് അറിഞ്ഞു സൈസ് ഒക്കെ നോക്കി അത് ഐഡന്റിഫൈ ചെയ്ത് അത് അറേഞ്ച് ചെയ്യാനായിട്ട്. ദെൻ അവനത് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഓരോ ബ്ലോക്സ് കറക്റ്റ് ആയിട്ട് വെച്ച് അത് അറേഞ്ച് ചെയ്യുമ്പോൾ അവന് കോൺസെൻട്രേഷൻ കിട്ടാണ്. ഈ മൂവ്മെന്റ്സ് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, കോൺസെൻട്രേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഡാൻസും അതേപോലെ സ്പോർട്സിലൊക്കെ കുറച്ച് മൂവ്മെന്റ്സ് കൂടുതലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്ന കുട്ടികൾക്ക്, ഒത്തിരി കുട്ടികൾ ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് ഡാൻസും സ്പോർട്സും പറയുന്നുള്ളൂ, ഇപ്പൊ കരാട്ടെ, കുംഫു എന്താവട്ടെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കുട്ടികൾക്ക് മൂവ്മെന്റ്സ് കൂടുതലായിരിക്കും. അപ്പൊ അവർക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കോൺസെൻട്രേഷൻ കിട്ടും. കാരണം ഒരു കാര്യത്തിൽ ഒരുപാട് നേരം ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് ആർക്ക് പറ്റും, ഈ കുട്ടികൾക്ക് പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് കിട്ടാണ്, കോൺസെൻട്രേഷൻ കിട്ടാണ്. അവർ മുതിർന്ന് കഴിയുമ്പോഴും അവർക്ക് ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് എന്താ പറയുക, ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ ഒത്തിരി നേരം അതേ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് പറ്റും. According to Montessori, many schools use a variety of ways such as visual aid, stories, the capability of the teacher's manners, etc. to obtain attention and concentration of children. കുട്ടികൾ പല രീതിയിൽ എന്ത് പറയും, കഥകളൊക്കെ പറയും. കുട്ടികളോട് നമ്മൾ പല രീതിയിൽ അവരുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കഥകൾ പറയും. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കാർഡൊക്കെ വെച്ചിട്ടില്ലേ, എന്താ പറയാ, സ്റ്റോറീസ് പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടമായിരിക്കും. ഇപ്പൊ മുയലിന്റെയും ആമയുടെയും ഒരു കോൺവെർസേഷൻ ആണ് പറയുന്നതെങ്കിൽ മുയലിന്റെ ഒരു കാർഡ് വെച്ചിട്ട് എന്താ പറയാ, മുയൽ പറയുന്ന ഡയലോഗുകൾ പറയാം. അടുത്തത് ആമയുടെ കാർഡ് വെച്ചിട്ട് പറയാം. അപ്പൊ വിഷ്വൽ എയ്ഡ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ കുട്ടികളെ ടീച്ച് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ട് കുട്ടികളുടെ അറ്റൻഷൻ കിട്ടും, അവർക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അവർക്കപ്പം റാബിറ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് ഓർമ്മയിൽ വരുന്നത് ആ ഒരു ഇമേജ് ആയിരിക്കും. Montessori believed that for concentration to come, children okay. Montessori believed that for concentration to come, children must be engaged with the materials. ഈ കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽസ് ആയിട്ട് അവർ കൂടുതലായിട്ട് എന്ത് ചെയ്യണം, ഇത് ചെയ്യണം. കൂടുതലായിട്ട് ആ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് തുടങ്ങുമ്പോഴായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അവർക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നത്. ഓൾവേസ് വിത്ത് മെറ്റീരിയൽസ്, എപ്പോഴും മെറ്റീരിയൽസ് യൂസ് ചെയ്യാവുന്ന കുട്ടികൾക്കായിരിക്കും, കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നവർക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നത്. നെവർ വിത്തൗട്ട് മെറ്റീരിയൽസ്, മെറ്റീരിയൽസ് ഇല്ലാതെ അവർക്ക് അത്രയും കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നില്ല. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്, ഒരു എക്സാമ്പിളാണ് പറയുന്നത്. ഒരു പ്രോബ്ലം മാത്സ് ഒക്കെ ചെയ്ത് നോക്കിയാലല്ലേ, അവർക്ക് പ്രാക്ടീസ് ചെയ്താലല്ലേ, വീണ്ടും വീണ്ടും അത് ചെയ്ത് നോക്കിയാലല്ലേ അവർക്ക് അത് ആൻസർ നല്ല രീതിയിൽ കിട്ടുള്ളൂ, അല്ലെ? അല്ലാതെ ഒറ്റ പ്രാവശ്യം ചെയ്യുന്നത് ബുക്ക് അടിച്ചു വയ്ക്കുകയാണ്, അപ്പൊ ചെയ്തപ്പോൾ നന്നായിട്ട് ആൻസർ കിട്ടി, ഓക്കെയാണ്. അത് ഒന്നും ചെയ്യുന്നില്ല, പ്രാക്ടീസ് ചെയ്യുന്നില്ല, അവർ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അങ്ങനെ റിപ്പീറ്റ് ചെയ്യാതിരുന്നെങ്കിൽ അവർക്കത് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇല്ല. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റണം, നമുക്കത് വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് പറ്റണം. നമ്മൾ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് തന്നെ ചെയ്യണം. മോണ്ടിസോറിയിലേക്ക് വരാണെങ്കിൽ നമ്മൾ കുട്ടികളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ മെറ്റീരിയൽസ് പ്രാക്ടീസ് യൂസ് ചെയ്ത് വീണ്ടും വീണ്ടും നമ്മൾ ട്രെയിൻ ചെയ്യിക്കുകയാണ്. This materials must be an object which does not interest in an abstract manner, but it must lend itself to positive activities. നമ്മൾ ഓരോ ആക്ടിവിറ്റീസും വീണ്ടും വീണ്ടും ചെയ്യിപ്പിക്കുന്നു, ഓരോ വർക്കും ഓരോ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് വീണ്ടും വീണ്ടും ചെയ്യിപ്പിക്കുമ്പോൾ അവരുടെ മൂവ്മെന്റ്സ് ആണ് അവിടെ നടക്കുന്നത്. വീണ്ടും വീണ്ടും അവിടെ മൂവ്മെന്റ്സ് സംഭവിക്കുകയാണ്, വീണ്ടും വീണ്ടും എന്ത് ചെയ്യാണ്, മൂവ്മെന്റ്സ് നടക്കുകയാണ്. Which the child leads to repeat the movements again and again. വീണ്ടും വീണ്ടും അവിടെ മൂവ്മെന്റ്സ് സംഭവിക്കുകയാണ്. She further remarked that these movements must have an intellectual atmosphere.
ഒരു വിജ്ഞാനപരമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട്, ഒരു അന്തരീക്ഷം അവർക്ക് അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ മൂമെന്റ്സ് വീണ്ടും വീണ്ടും നടക്കുന്നുണ്ട്. അപ്പൊ ആദ്യം ചിലപ്പോ ഒരു കുട്ടിക്ക് നിങ്ങൾ മാത്തമാറ്റിക്കൽ ഏരിയ ഒക്കെ പഠിക്കുമ്പോൾ മനസ്സിലാക്കും അഡീഷൻ ചിലപ്പോൾ പെട്ടെന്ന് കിട്ടണമെന്നില്ല. വീണ്ടും വീണ്ടും അഡീഷൻസ് നമ്മൾ ആ ഒരു മോണ്ടിസോറി മെറ്റീരിയൽസ് യൂസ് ചെയ്ത അഡീഷൻസ് പഠിപ്പിക്കുകയാണ്. ഇവിടെ ഓരോ മെറ്റീരിയൽസ് യൂസ് ചെയ്ത അഡീഷൻസ് പഠിപ്പിക്കുകയാണ്. ആദ്യം ചെയ്ത് കിട്ടില്ല, വീണ്ടും 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 ചെയ്യുമ്പോൾ അവന് ഒത്തിരി പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ അവന് എന്ത് കിട്ടുന്നു? ആൻസർ കിട്ടുന്നു. അല്ലെങ്കിൽ അതിന് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ അവൻ എന്ത് ചെയ്യാണ്? അതിന് ആൻസർ കിട്ടാണ്. സോ മൂവ്മെന്റ്സ് ഹെൽപ്സ് ടു എന്താണ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണ് എന്ത്? മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ മൂവ്മെന്റ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. ഒന്നും ചെയ്യാതെ അനങ്ങാതെ ഇരിക്കുന്ന ഒരാളെക്കാളും എപ്പോഴെപ്പോഴും എന്തെങ്കിലും ചെയ്യുന്ന ചുറുചുറുക്കുള്ള ആൾക്കാരെയാണ്, ചുറുചുറുക്കുള്ള കുട്ടികളായിരിക്കും നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് എളുപ്പം. ഒന്നും ചെയ്യാത്തൊരു കുട്ടീനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിനേക്കാളും ഒത്തിരി വികൃതിയുള്ള കുട്ടിയാണെങ്കിലും ഒന്ന് നമ്മളൊന്ന് ഗൈഡൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവര് കറക്റ്റ് ആയിട്ട് ആ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യും. സോ മൂവ്മെന്റ്സ് ആൻഡ് കോൺസെൻട്രേഷൻ ആർ ഇന്റർ കണക്റ്റഡ് ആണ്. മൂവ്മെന്റ്സ് നല്ല രീതിയിലുള്ള കുട്ടികൾക്ക് നല്ല കോൺസെൻട്രേഷൻ ഉണ്ടാകും. ഓക്കെ, ഇന്നെടുത്ത പോർഷൻ ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഞാൻ മൂവ്മെന്റ്സ് എന്താണ്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്താണ് മൂവ്മെന്റ്സിനെ കുറിച്ച് മനസ്സിലായത് എന്ന് ഞാൻ പറയിപ്പിക്കും. നിങ്ങളെ കൊണ്ട് എല്ലാവരെ കൊണ്ട് പറയിപ്പിക്കും. കാരണം എനിക്കറിയാം മൂവ്മെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ടഫ് ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് ഞാൻ എല്ലാവരെ കൊണ്ട് എന്ത് ചെയ്യും? മൂവ്മെന്റ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്താണ് മനസ്സിലായത് സിമ്പിൾ ആയിട്ട് ഒരു 5 സെന്റൻസ് പറയാൻ പറ്റുള്ളൂ. അത് മതി 5 സെന്റൻസ്. കൂടുതലായിട്ട് പറയാനായിട്ട് പറ്റുന്നുണ്ടോ? അത്രയും മതി. ഞാൻ പറഞ്ഞ അത്രയും കാര്യങ്ങളിൽ മൂവ്മെന്റ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണോ മനസ്സിലായെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും പോർഷൻ എടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പോ ഇന്ന് ആരാണ് സൈൻ ഔട്ട് പറയുന്നത്? സൈൻ ഔട്ട് ആരാ? ഞാൻ പറയാം മാം സൈൻ ഔട്ട്. ഓക്കെ, പറഞ്ഞോ. ഇന്ന് മലയാളത്തിൽ പറയാം. അബ്ദുൽ കലാമിന്റെ വാക്കുകളാണ് പറയുന്നത്. ഭൂതകാലത്തെ തിരികെ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ധനികനും ഈ ലോകത്തില്ല. തന്റെ ഭാവിയെ മെച്ചപ്പെടുത്താൻ കഴിയാത്ത ഒരു ദാരിദ്ര്യനും ഈ ലോകത്തില്ല. സൈനഡ് ബൈ മോനിഷ. താങ്ക് യു മാം. Okay, thank you all. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.